നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ തഹസിൽദാർ MV സിന്ധുവിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. AP അനിൽകുമാർ, VS ജോയി എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഷൗക്കത്തിനൊപ്പം എത്തിയിരുന്നു. UDF മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് മാതൃഭൂമി ന്യൂസിനോട് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ആ വാക്കുകളിലേക്ക് ഞാനിപ്പോഴുള്ളത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും കേരളത്തിനാകെ അറിയുന്ന നിലമ്പൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസതിയിലാണ്. ദീർഘകാലം ഇവിടുത്തെ ജനപ്രതിയായിരുന്ന മന്ത്രിയായിരുന്ന കേരളത്തിൻ്റെ ആകെ രാഷ്ട്രീയ സ്പന്ദനത്തിൽ വളരെ പ്രധാനിയായിരുന്ന ആര്യാടൻ്റെ മണ്ണിലാണ്, വീട്ടിലാണ്. അങ്ങേക്കൊരു നിയോഗം മത്സരത്തിനായി വീണ്ടും ഉണ്ടാവുകയാണ്. 100% ആത്മവിശ്വാസമുണ്ട്. കാരണം ഇത് നിലമ്പൂരിൻ്റെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ജനവിധി ഇവിടെ ഉണ്ടാവണമെന്നാണ്. കാരണം കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരിതപൂർണമായ ദുസ്സഹമായ ഈ അവസ്ഥാവിശേഷത്തിനെതിരെയുള്ള മൊത്തമായിട്ടുള്ളൊരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവും. പാർട്ടി ചിഹ്നത്തിൽ ഒരു എതിരാളി വന്നത് അത് സർക്കാരിന് മാർക്കിടൽ കൂടിയായി മാറും. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി 100% അതിൽ യാതൊരു സംശയവുമില്ല. തുരായിൻ്റെ സ്ഥാനാർത്ഥിത്വം ആര് മത്സരിച്ചാലും ആര് വന്നാലും ഇവിടെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നതാണ് UDFന്റെ പ്രവർത്തകരുടെ ഏറ്റവും വലിയ അഭിലാഷം. കോൺഗ്രസ് ക്യാമ്പിലെ പ്രതീക്ഷകളെ സംബന്ധിച്ച് അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ ഏറെ ദൂരം ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണോ UDF ക്യാമ്പിനുള്ളത്? അൻവറുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ഒക്കെ തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ ഈ സ്ഥാനാർത്ഥി കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാൻ എത്രത്തോളം ആത്മവിശ്വാസവും പ്രചരണ രംഗത്ത് അങ്ങനെ ചൂടും ചൂരും പ്രകടമാകുന്നുണ്ട് അമൽ? അൻവർ നേരത്തെ പറഞ്ഞതുപോലെയാണ് പ്രതീക്ഷ ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് അൻവറിനെ ഈ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാക്കാൻ വേണ്ടി UDFും LDFും ഒരേപോലെ നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF അൻവറിനെ പൂർണ്ണമായും അവഗണിക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ അൻവറുമായി ഇനി യാതൊരുവിധ ചർച്ചയുമില്ല. അൻവറുമായുള്ള ചർച്ചയ്ക്കുള്ള സമയം ഇന്നലെ വൈകിട്ട് 6:30 മണിയോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. UDF യോഗം കഴിഞ്ഞ ശേഷം UDF കൺവീനർ തന്നെ നേരിട്ട് അൻവറിനെ വിളിച്ച് എന്താണ് UDFന് അൻവറിന് നൽകാൻ പറ്റുന്ന ഓപ്ഷനുകൾ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഒരു അസോസിയേറ്റഡ് ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ അൻവർ പറയുന്നത് അത് പറ്റില്ല, ഘടകകക്ഷിയാക്കണം, ഒരു സംബന്ധം പറ്റില്ല, ഒരു വിവാഹമാണെങ്കിൽ ആലോചിക്കാം എന്നുള്ള നിലയ്ക്കാണ് അൻവർ അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാനില്ല എന്നൊരു നിലപാട് അൻവർ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിലും അത് ആവർത്തിക്കുമ്പോൾ ഇനിയിപ്പോൾ അൻവറിനെ കൂട്ടി മുന്നോട്ട് പോകേണ്ടതില്ല. മാത്രമല്ല പ്രതിപക്ഷ രൂക്ഷമായ വിമർശനങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് UDFന്റെ AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ അൻവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന UDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവച്ചത്.